നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. എന്റെ മിമിക്രിയിൽ വല്ല തെറ്റുകുറ്റവും ഉണ്ടെങ്കിൽ നല്ലവരായ നിങ്ങൾ ക്ഷമിക്കുന്ന വിശ്വാസത്തോടെ ഞാൻ ആരംഭിക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ഇതുവരെ ഒരു വേദിയിലും അവതരിപ്പിക്കാത്ത ലാലു അലക്സ്. എന്നതായിരുന്നു അമ്മയുടെ മോന്റെ പെർഫോമൻസ്? ഫയലുകൾ എടുക്കുന്നു, മേശപ്പുറത്ത് വെക്കുന്നു, കണക്കുകൾ നോക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഞാൻ തന്നെ കണ്ടങ്ങ് ഞെട്ടിപ്പോയ എന്റെ അമ്മച്ചി. നീ എങ്ങാനും എന്റെ അനിയനാണെന്ന് അവരെങ്ങാനും അറിഞ്ഞ നാളെ എന്റെ തൊപ്പി അങ്ങ് തെറിക്കും. പിന്നെ ഞാനും ഉണ്ടാകും നിന്റെ കൂടെ നാട് നന്നാക്കാൻ. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നൊരു വെറൈറ്റി ശബ്ദമാണ്. കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒരേ ശബ്ദമുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം പ്രേം നസീർ. ഈ പ്രേം നസീർ ചിരിക്കുന്നതും കരയും തമ്മിലുള്ള വ്യത്യാസം ഞാനത് കാണിച്ചു തരാം. എന്തേ? ആദ്യമായിട്ട് പ്രേം നസീർ ചിരിക്കുമ്പോൾ, അമ്മേ ഞങ്ങൾ ലോകനാർക്കാവ് വഴിയാണ് അമ്മേ വന്നത്. ലോകനാർക്കാവിൽ ഞാൻ ആർച്ചയെ കണ്ടമ്മേ. ആർച്ചയോട് ചിരിച്ചമ്മേ ദേണ്ടിങ്ങനെ. ഇതേ പ്രേം നസീർ തന്നെ കരയുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നമുക്ക്. ഉമ്മ ഇത്തിക്കരയാറ്റിലെ വെള്ളം കുടിച്ചിട്ട് വേണോ ഉമ്മയ്ക്ക് മരിക്കാൻ? വേണ്ടുമ്മ വേണ്ട. ഇതോടുകൂടിയിട്ട് എന്റെ മിമിക്രിയുടെ അവസാനിക്കുകയാണ്. നമസ്കാരം. കൊള്ളാം ചേറാം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അയ്യോ, ഞാനൊരു പരിപാടിക്ക് പോയപ്പോ ഒരു പയ്യനെ അവതരിപ്പിക്കുന്നത് കണ്ടു, അത് കോപ്പിയടിച്ചതാ. നല്ല ഐറ്റമാണല്ലോ. എന്റെ ശബ്ദം കൂടി ഒന്ന് അവതരിപ്പിച്ചുകൂടായിരുന്നോ? മനസ്സിലായില്ല. ഞാൻ ചിരിക്കുമ്പോഴും കരയുമ്പോഴും ഒരേ ശബ്ദമാണല്ലോ. ആണോ? ഒന്ന് ചിരിച്ചേ. ഇത് ചിരി. ഇത് കരച്ചിൽ. ഒന്ന് പോയിക്ക. വെറുതെ മനുഷ്യന്റെ കഞ്ഞി പാറ്റിയിടാനായിട്ട് ഓരോ കോമാളികൾ ഇറങ്ങിക്കോളും. അടുത്തത് പരാജയ സൂര്യ അവതരിപ്പിക്കുന്ന കാട്ട് നൃത്തം. നന്നായിട്ടുണ്ട്. നന്നായി ഡാൻസ് ചെയ്തു. എന്താ പേര്? പ്രസീന. നല്ല പേര്. നീ നല്ല ഭാവിയുള്ള കുട്ടിയാ. ഇക്ക ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഞാനെന്ത് വേണം? അങ്ങോട്ട് മാറിയേക്ക്. പിന്നെ സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം. കൂടാതെ സ്ത്രീകൾ ആരും തന്നെ സ്റ്റേജിന്റെ പിറകിൽ ഇരിക്കുവാനോ കൂട്ടം കൂടി നിൽക്കുവാനോ പറ്റില്ല. കാരണം ഛായാമതി എന്ന നാടകം അവതരിപ്പിക്കാനുള്ള ആക്ടേഴ്സ് സ്റ്റേജിന്റെ പിറകിൽ എത്തിയിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഛായാമതി എന്ന നാടകം അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ നാടകത്തോടു കൂടിയിട്ട് ഇന്നത്തെ കലാമേള ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. എടാ, നീ എവിടെ പോകുന്നു? ഞാനിന്ന് വൈഫ് ഹൗസ് വരെ പോകുന്നടേ. വൈഫ് ഹൗസിൽ പോവാണോ? അതെ. ഏതായാലും നമ്മൾ കുറെ കാലത്തിന് ശേഷം കണ്ട സ്ഥിതിക്ക് ഒരു ചായ കുടിച്ച് പിരിയാം. എന്താ? എന്റെ അളിയ, എനിക്ക് വേണ്ട ചായ. എന്ത് വർത്തമാനം അളിയത്? ഞാൻ വളരെ കാലത്തിന് ശേഷം കണ്ടതല്ലേ. നല്ല ചായയാണ്, നമുക്ക് കുടിക്കാം. എന്താ? ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ ഇറങ്ങിയത്. അതെന്താ? ഞാനും വീട്ടിൽ ചായ കുടിച്ച് തന്നെ ഇറങ്ങിയ. പക്ഷെ നമ്മൾ ഒരുമിച്ച് ചായ കുടിച്ച് എത്ര കാലായി അളിയ? അളിയ, എനിക്ക് വേണ്ടെന്ന്. അത് ശരി. അപ്പൊ ഞാൻ വിളിച്ചത് നിനക്ക് ചായ കുടിക്കാൻ പറ്റില്ല? എനിക്ക് വേണ്ടടാ. അത് ശരി. അപ്പൊ നീ ചായ കുടിക്കാതെ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. ശല്യപ്പെടുത്താതെ പൊടി പൊടി. അത് ശരി. നീ കുടിക്കില്ല അല്ലടാ. നീ എന്നെ തല്ലി അല്ലേടേ? അയ്യോ അയ്യോ. പട്ടികളെ, എന്താ ഇവിടെ പ്രശ്നം? ആശാൻ ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് ഞാൻ പറയാം. ഇവിടെ കുറെ കാലമായിട്ട് ഞാൻ കാണുക. അപ്പൊ ഞാൻ അവരുടെ ചായ കുടിക്കാൻ വിളിച്ചപ്പോ അവന് പറ്റില്ലാന്ന് പറഞ്ഞു. ഒരു ചായ കുടിക്കാൻ വിളിച്ചാ തനിക്കൊന്ന് പോയിക്കൂടണോ? എനിക്ക് വേണ്ടഞ്ഞിട്ടാ, ഞാൻ കുടിച്ചിട്ടാ വന്നേ. അയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ താൻ നിർബന്ധിക്കണം. നിങ്ങൾ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളായതുകൊണ്ട് പറയാ. വേണ്ടെങ്കിലും എന്താ, ഒരു ചായ കുടിച്ചൂടെ? വേണ്ടെങ്കിലും ഒരു ചായ കുടിച്ചൂടോ തനിക്ക്? പുല്ലി വേണ്ടാതെ എങ്ങനെയാടേ ചായ കുടിക്കുന്നേ? ശരിയാ, അയാള് വേണ്ടാതെങ്ങനാ ചായ കുടിക്കുന്നത്? എന്നാലും അവനൊരു ചായ കുടിച്ചൂടെ? കുടിക്കാൻ സൗകര്യമില്ലടേ.
അമ്മേ അത്രക്കായോടാ നീ? അയ്യോ അയ്യോ നിർത്തിനടാ കണ്ണി ചോരയില്ലാത്തവരെ. എടിയ കാര്യങ്ങളെല്ലാം എത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എന്താ? ഇനിയിപ്പൊ ചായ മാത്രം പോരടേ, എന്തെങ്കിലും ഒന്ന് കഴിക്കാനും വേണം. വാ. നിൽക്കാൻ. ഒരു കട്ടൻ ചായ എനിക്കും പറഞ്ഞു.